പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രത്തെ ആണെങ്കിൽ വാസവൻ്റെ ആൾക്കാരും അതുപോലെ ശ്രീകാന്തിൻ്റെ ആൾക്കാരും അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നില്ല. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ സാബുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇനി നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും പെട്ടെന്ന് അവനെ കണ്ടെത്താൻ പറ്റത്തില്ല. അവൻ്റെ വീട്ടുകാരെ അടുത്ത് ചോദിച്ചാൽ അവർ പറയത്തൊന്നുമില്ല. ഇനി പോലീസ് മുറ എടുത്താലേ അവർ പറയത്തുള്ളൂ. ശ്രീകാന്ത് ആണെങ്കിൽ സാബുവിൻ്റെ അടുത്ത് പറയാണ്, വിനായകനെടുത്ത് രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ അവനുള്ള സത്യം എല്ലാം പറയും. അവർക്കറിയാമെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് ശ്രീകാന്ത് സാബുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സാബു പറയാണ്, അത് നിങ്ങളാരും പേടിക്കണ്ട, നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വിളിച്ച് പറയാം. ബാക്കി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് സാബു ആണെങ്കിൽ ശ്രീകാന്തിനും വാസവനും ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ സാബു ആണെങ്കിൽ നേരെ മാഷിനെ വിളിക്കുകയാണ്. മാഷാണെങ്കിൽ എല്ലായിടത്തും പറയുന്നുണ്ട്, ആരാണെന്ന് അറിയത്തില്ല, പോലീസാണെന്നാണ് തോന്നുന്നത്, എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം കമല പറയാണ്, എന്തായാലും എടുത്തു നോക്കും മാഷേ, ഇനി വിക്രത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനാണെങ്കിലോ എന്ന് പറയാണ്. എന്തായാലും മാഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ സാബു പറയാണ്, നിങ്ങളാണെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ വരെ വരണം എന്ന് പറയാണ്. അപ്പം മാഷ് ചോദിക്കുകയാണ്, അതെന്തിനാ? അത് ഇവിടെ വരുമ്പം പറയാം, കൂടെ നിങ്ങളുടെ 2 മക്കളുണ്ടല്ലോ, വിനായകനും വിഷുവും, അവന്മാരെയും കൂടെ കൊണ്ടുപോരെ എന്ന് പറയാണ്. മാഷ് ചോദിക്കുകയാണ്, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം ഇവിടെ വരുമ്പം പറയാം, കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, ഇവിടെ വരുമ്പം പറഞ്ഞാൽ പോരേ എന്ന് സാബു ചോദിക്കുകയാണ്. അങ്ങനെ ഫോണങ്ങ് വെക്കുകയാണ്. മാഷ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വിഷയം വന്ന് ചോദിക്കുകയാണ്, എന്താ അച്ഛാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്? അത് നമ്മൾ നാളെ അവിടം വരെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ കാര്യം എന്താണെന്ന് പറഞ്ഞോന്ന് വിഷയം ചോദിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞില്ല, നമ്മൾ ചെല്ലണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ വിനായകൻ പറയാണ്, അത് വേണോ അച്ഛാ? ആരും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എങ്ങാനും പിടിച്ച് അവിടെ അങ്ങനെ ഇടുവോ? അപ്പോൾ മാഷ് പറയാണ്, അതെന്തൊരു പറച്ചിലാടാ, വെറുതെ കുറ്റം ചെയ്യാത്തവരെയൊന്നും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടത്തില്ല എന്ന് പറയാണ്. വിനായകൻ പറയാണ്, നമുക്ക് ആ ശ്രീനിവാസനും കൂടെ പറഞ്ഞിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിനൊക്കെ അയാളുടെ സഹായം ഇനി തേടാനൊന്നും എനിക്ക് വയ്യ. കമല ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ മാഷേ? ഏയ് നീ പേടിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടാവാനാ, ഞങ്ങളങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഞങ്ങളെ പിടിച്ചങ്ങ് ജയിലിലിടാനൊന്നും പറ്റത്തില്ലല്ലോ അയാൾക്ക്. എന്തായാലും നാളെ പോയിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് മാഷ് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജയ്ക്കും അതുപോലെ നന്ദിനിക്കും ഒക്കെ ടെൻഷനുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് മാഷങ്ങ് പോവുകയാണ്. മുറിയിൽ ചെന്ന് വിനായകൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ നാളെ പോകണ്ട, നിങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങ് പോയാൽ മതി, പോലീസ് സ്റ്റേഷനിലോട്ട് പോകണ്ട എന്ന് നന്ദി പറയാണ്. അപ്പം വിനായകൻ പറയാണ്, നീ എന്തിനും മണ്ടിയാടി, ഇങ്ങോട്ട് എസ് ഐ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്, അപ്പം ചെല്ലത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ചെല്ലത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ വന്ന് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകും, നീ എന്തു മണ്ടത്തരം പറയുന്നതെന്ന് പറയാണ്. അപ്പം നന്ദി പറയാണ്, അത് ശരിയാണല്ലേ, എന്തായാലും നിങ്ങൾ പോയിട്ട് പോവാം, അവിടെ ചെന്ന് പോലീസിൻ്റെ അടുത്ത് മണ്ടത്തരം ഒന്ന് എഴുന്നള്ളിക്കാതിരുന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. പക്ഷേ ആരോടും പറയുന്നില്ല, ശ്രീനിവാസനോട് ആരോടും പറയുന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യം. വിക്രമാണെങ്കിൽ വേദയായിട്ട് സംസാരിച്ച് കുറേ താമസിച്ചാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ വിക്രം പെട്ടെന്ന് ചാടി ഞെട്ടി എണീക്കുകയാണ്. വെപ്രാളം പിടിച്ച് അച്ഛാ എന്നും പറഞ്ഞ് ചാടി എണീക്കുകയാണ്. ചാടി എണീച്ച് കഴിയുമ്പോഴത്തേക്ക് കൈ പെട്ടെന്ന് വലിക്കുമ്പോഴത്തേക്ക് ട്രിപ്പ് ഇട്ടേക്കുന്ന സ്റ്റാൻഡെല്ലാം കൂടെ അങ്ങ് വീഴുന്നുണ്ട്. മാത്രമല്ല ചാടി എണീച്ചപ്പം കൈ വലിച്ചപ്പം കയ്യിലും ആ സൂചി കൊണ്ട് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ചാടി എണീച്ച് അങ്ങനെ വേദന കൊണ്ട് കരയുന്നുണ്ട്. കൂടെ എന്തോ സ്വപ്നം കണ്ടാണ് ചാടി എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ സൗണ്ടെല്ലാം കേട്ടുന്നുണ്ട്. ഇഷിത ഓടി വരുന്നുണ്ട്. എന്ത് പറ്റി വിക്രം, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ എന്ന് പറയുകയാണ്. അതിനാണോ ഇത്രയും വെപ്രാളം? ഞാൻ അച്ഛനെയാണ് സ്വപ്നം കണ്ടത്. ഇഷിത പറയണേ, ടെൻഷൻ അടിക്കേണ്ട, വെപ്രാളപ്പെടാതെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത ട്രിപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ പൊക്കി വെച്ച് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം വിക്രം ഇഷിതയെടുത്ത് പറയാണ്, എനിക്ക് വേദയൊന്ന് വിളിച്ച് തരുമോ ഡോക്ടറെ എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദയെ ഫോൺ വിളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നത്, എന്താ വിക്രം, എന്താ? അത് ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ട് വേദ. എന്താ കണ്ടതെന്ന് ചോദിക്കുന്നത്. അത് അച്ഛനെയാണെങ്കിൽ ഒരു ഗ്രൗണ്ടിൻ്റെ നടുക്ക് കെട്ടിയിട്ടേക്കുന്ന, ചുറ്റും കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരെല്ലാം കൂടെ അച്ഛനെ കല്ലെറിയുന്നു, കൂകി വിളിക്കുന്നു. അച്ഛനാണെങ്കിൽ ആകപ്പാട് നാണക്കേട് കൊണ്ട് തല കുനിച്ചിരിക്കുന്നു. അച്ഛൻ്റെ നേരെ എല്ലാവരും കല്ലെറിയാന്ന് പറയാണ്. എന്തോ ആപത്ത് വരാൻ പോകുന്നു അച്ഛന്, അത് ഉറപ്പാണ്. അപ്പം വേദ പറയാണ്, വിക്രം വിഷമിക്കേണ്ട, അത് വിക്രത്തിൻ്റെ തോന്നൽ മാത്രമാണ്. അപ്പം വിക്രം പറയണം, അല്ല വേദ, അച്ഛന് എന്തോ ആപത്ത് വരുന്നുണ്ട്, അത് ഉറപ്പാണ്. വേദ പറയാണ്, വിക്രം വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിച്ചോളാം, അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇപ്പം ടെൻഷനില്ലാതെ സമാധാനത്തിൽ അവിടെ കടക്ക് എന്ന് പറയാണ്. എന്നിട്ട് ഫോണാണെങ്കിൽ ഇഷിതയിലേക്ക് കൊടുക്കാൻ പറയാണ്. അപ്പം ഇഷിത എടുത്താണെങ്കിൽ വേദ പറയാണ്, വിക്രം ഇപ്പോൾ ഓക്കെ അല്ലേ ഇഷിത എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയാണ്, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സ്വപ്നം കണ്ടിട്ട് ചാടി കഴിച്ചപ്പോൾ ഉള്ള ഒരു ടെൻഷനും വെപ്രാളമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, നീ സമാധാനമായിട്ടിരുന്നോ എന്ന് ഇഷിത വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഫോൺ വെച്ച് ഇഷിത ഇങ്ങനെ ആലോചിക്കുകയാണ്.
ഈ സമയത്താണെങ്കിൽ നേരം വെളുത്തപ്പം തന്നെ മാഷും വിഷുവും വിനായകനും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് കമല പറയുന്നുണ്ട്, മാഷേ എന്തായാലും ഫോൺ ചെയ്യണേ, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് വിളിച്ച് പറയണേ എന്ന് പറയണം. അപ്പം മാഷ് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പം വിനായകനാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വിഷു ഉണ്ട്. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ സാബു ആണെങ്കിൽ പറയും ബാ ബാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരെയും വിളിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ വരാൻ പറഞ്ഞത്, എന്താ വിക്രത്തിൻ്റെ വിവരം വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സാബു പറയാണ്, വിക്രത്തിൻ്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല, പക്ഷേ ഇന്ന് മിക്കവാറും അറിയാൻ ഇടയുണ്ട്. അവനെ ഞങ്ങളെ പറ്റിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതിന് കൂട്ടു നിൽക്കുന്നതും അവൻ്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. അപ്പോൾ മാഷ് പറയാണ്, ഞങ്ങൾക്കറിയത്തില്ല വിക്രം എവിടെയാണെന്ന്, നിങ്ങൾക്കറിയാം, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് സാബു പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, അറിഞ്ഞുകൂടാത്ത കാര്യം ഞങ്ങൾ എങ്ങനെ പറയാനാ, ഇതിനാണോ സാർ ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ പറയുന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് മാഷ് പറയാണ്. ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾക്കറിയാവോ എന്നും പറഞ്ഞ് നേരെ വിനായകൻ്റെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല സാറേ. അപ്പോഴത്തേക്ക് സാബു ആണെങ്കിൽ വിനായകനെ അടിക്കുന്നുണ്ട്. മാഷ് പറയണ, സാറേ എൻ്റെ മക്കളെ അടിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയത്തില്ല. ആഹാ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിനായകനെ പിടിച്ച് സെല്ലിലേക്ക് കൊണ്ടുപോവാണ്. സെല്ലിലേക്ക് കൊണ്ടുപോയി എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. മാഷും വിഷുവും കൂടെ ജെല്ലിലേക്കൂടെ നോക്കുന്നുണ്ട്. എന്നിട്ട് മാഷിരുന്ന് കരയുന്നുണ്ട്, എൻ്റെ മോനെ അടിക്കല്ലേ അടിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷേ സാബു ആണെങ്കിൽ വിനായകനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്, ലാത്തിയൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. വിനായകനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. മാഷാണെങ്കിൽ എൻ്റെ മക്കളെ ഒന്നും ചെയ്യല്ലേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം മാഷിനും കുറേ അടി കൊടുക്കുന്നുണ്ട്. മാഷിനെയും വിനായകനെയും അടിച്ച് ഒരു മൂലയിലേക്ക് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വത്തെ ആണെങ്കിൽ പിടിച്ചുകൊണ്ട് വിശ്വത്തിന് കുറേ ഇടി കൊടുക്കുന്നുണ്ട്. പാവം വിശ്വമാണെങ്കിൽ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി വാ പൊത്തി പിടിച്ച് ഇരിക്കാൻ അത്രയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ട്. ഉറക്ക വാ വെക്കുമ്പോൾ മാഷിനും വിനായകനും അത് സങ്കടമാവുമെന്ന് വിചാരിച്ച് വാ പൊത്തി പിടിക്കാൻ അത്രയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ട്. സാബു ആണെങ്കിൽ അവരെ 3 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി നന്നായിട്ട് ഉപദ്രവിച്ച് മൂലയിൽ ചവിട്ടിക്കൂട്ടി ഇടുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി ഫോൺ വിളിക്കുകയാണ് ശ്രീകാന്തിനെ. എന്നിട്ട് പറയുകയാണ്, 3നെയും ശരിയാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ അവൻ എവിടാന്ന് മാത്രം അവർക്കറിയത്തില്ലെന്നാണ് പറയുന്നത്. ശ്രീകാന്ത് പറയാണ്, എന്തായാലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, ഇവർക്ക് നൊന്തെന്നറിയുമ്പം അവൻ ഏത് മാളത്തിലാണെങ്കിലും പുറത്ത് വരുമെന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ സാബു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. മാഷും വിഷുവും വിനായകനും ആണെങ്കിൽ ഇടികൊണ്ട് ഭയങ്കര വിഷമിച്ച് അവിടെ മൂലയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ്. മാഷിനും ഇടികൊണ്ട് വയ്യാതാവുന്നുണ്ട്. അപ്പോൾ വിഷുവും വിനായകനും കൂടെ മാഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം. അച്ഛാ അച്ഛാന്ന് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ മാഷിനാണെങ്കിൽ ഇടികൊണ്ട് വയ്യാതാവുന്നുണ്ട്.